മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ആ സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് പാർട്ടിക്ക് അറിയാത്ത കാര്യമല്ല. പാർട്ടിക്ക് ഒരു ഒരു പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവ് പറഞ്ഞു കൊടുത്തിട്ട് അറിയേണ്ട കാര്യമല്ല. പാർട്ടിക്ക് അറിയാവുന്നതാണ്. പാർട്ടിക്ക് ഇതിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ ഒഴിവാക്കപ്പെടുകയും ചിലർ അതിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇനി പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയാകും. നമ്മളിപ്പോൾ സമ്മേളനത്തിന് ശേഷം നമ്മൾ ഇന്നലെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞ അടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ വേറെ മുറിമുറിപ്പുകളൊന്നുമില്ലാതെ തന്നെ ഇത് അവസാനിച്ചു എന്ന രൂപത്തിലും ചർച്ച ചെയ്തതാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് നമ്മൾ കാണുമ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ രീതി ഉണ്ടാകുന്നത് ഇപ്പോൾ പത്മകുമാറിൻ്റെ പ്രതികരണം വരുമ്പോൾ ആ പ്രതികരണത്തിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ പ്രതികരണം സാധാരണയിൽ പാർട്ടി രീതിയല്ല. പാർട്ടിയിൽ 52 വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരു നേതാവ്, താൻ SFIയിലൂടെയും DYFയിലൂടെയും ഒക്കെ വന്ന് പ്രവർത്തിച്ച നേതാവെന്ന് 15-ാം വയസ്സിൽ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു നേതാവ് ഒരു പാർട്ടി രീതിയിലല്ലാതെ പ്രതികരണത്തിലേക്ക് വരുന്നു. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റാണ്, പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് അത് മാറ്റുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ അതിലും രൂക്ഷമായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്.